ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ തിങ്കളാഴ്ച UK പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കെയർ സ്റ്റാമർ നടത്തിയ ഒരു വൈറ്റ് പേപ്പർ വിപ്ലവം UKയിലെ ഭൂരിപക്ഷം ആൾക്കാരുടെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു വൈറ്റ് പേപ്പറിൽ കൂടി പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UKയിലെ പെർമനൻ്റ് റെസിഡൻസി 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഈ ഒരു പുതിയ നിയമം വരുന്നു എന്നുള്ള വാർത്തകൾ കേട്ടപ്പോൾ തന്നെ UKയിലുള്ള ആൾക്കാരുടെ ഇടയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നവരെ ബാധിക്കുമോ, അതല്ല ഇനി പുതുതായിട്ട് വരുന്ന ആൾക്കാരെയാണോ ഇത് ബാധിക്കാനായിട്ട് പോകുന്നത്, ഇനിയിപ്പോൾ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സസിനെ ഇത് ബാധിക്കുമോ, അവരുടെ ഡിപ്പെൻഡൻസിനെ ബാധിക്കുമോ. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് നേഴ്സസാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും UKയിലേക്ക് ഇവിടെ എത്തി ഇപ്പോൾ ഇവിടുത്തെ നേഴ്സിംഗ് ഹോമുകളിലാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലുകളിലാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ 5 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അവർക്ക് PR കിട്ടും, പിന്നെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രസ്റ്റിൽ നിന്ന് വേറൊരു ട്രസ്റ്റിലേക്ക് മാറാം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറാം, കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടും. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കിലാണ് ഇപ്പോൾ കത്തി വയ്ക്കാനായിട്ട് പോകുന്നത്. ഇത് UKയിലെ ജനങ്ങളുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെയും വന്നിരിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുമ്പോൾ UKയിലെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന യുവറ്റ് കൂപ്പറിനോട് ഈ കാര്യങ്ങൾ പല മാധ്യമപ്രവർത്തകരും ഇവിടുത്തെ MP അതുപോലെയുള്ള ഉന്നതരായിട്ടുള്ള ആൾക്കാർ ചോദിച്ചിട്ട് പോലും അവർക്കൊരു കറക്റ്റായിട്ടുള്ളൊരു മറുപടി അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇത് ബാധിക്കില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന കേരളന്മാർക്ക് മാത്രമായിരിക്കും ഈ ഒരു നിയമം വരാനായിട്ട് പോകുന്നത്, ലോ സ്കില്ലിൽ വരുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കാനായിട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കൺഫ്യൂഷൻ അവർക്ക് മാറാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ UKയിൽ എത്തിയിട്ടുള്ള നേഴ്സസിൽ ഒരു 99% ആൾക്കാരും ഏതെങ്കിലുമൊക്കെ ഒരു യൂണിയനിൽ അംഗമായിരിക്കും. UKയിലെ ഏറ്റവും വലിയ ഒരു യൂണിയൻ ആയിരിക്കുന്ന RCN, റോയൽ കോളേജ് ഓഫ് നേഴ്സസിൻ്റെ ജനറൽ സെക്രട്ടറി നിക്കോള റേഞ്ചർ പറഞ്ഞിരിക്കുന്നത്, അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം ഒരു മൈഗ്രേഷൻ ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് UKയിലെത്തി ജോലി ചെയ്യുന്ന നേഴ്സസിൻ്റെ ഇടയിൽ അവർ നടത്തിയ ഒരു സർവേയിൽ ഏകദേശം 3000-ഓളം നേഴ്സസാണ് അതിൽ പങ്കെടുത്തത്. ഇതിൽ 10ൽ 4 ആൾക്കാരും ഈ ഒരു രാജ്യം വിടാനായിട്ട് പ്ലാൻ ചെയ്തു. ഏകദേശം ഒരു 42% ഈ രാജ്യം വിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ ഒരു കൺഫ്യൂഷൻ വന്നതോടുകൂടി നേഴ്സസിൻ്റെ ആണെന്നുണ്ടെങ്കിലും കേരളന്മാരുടെ ആണെന്നുണ്ടെങ്കിലും മറ്റ് ജോലിക്കാരുടെ ഇടയിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഇതിനെ ഒരു കൺഫർമേഷൻ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഉറപ്പുണ്ടാകണം, ഇത് ഇന്ന ആൾക്കാരെ ആയിരിക്കും ഇത് ബാധിക്കുന്നത്. ഒന്നുകിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇനിയിപ്പോൾ 10 വർഷം കഴിയുമ്പോഴേ PR ഉള്ളൂ, അല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന ആൾക്കാർക്കാണ് ഇത് ബാധിക്കുന്നത്. അതല്ല ഈ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സസിന് ഇനി 5 വർഷം കൊണ്ട് കൊടുക്കും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന കെയർ വർക്കേഴ്സ്, ലോ സ്കിൽഡ് കെയർ വർക്കേഴ്സിനെയാണ്. ഇങ്ങനെയുള്ള ഒരു കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഈ ഒരു കൺഫ്യൂഷൻ തീരും. പക്ഷെങ്കിൽ ആയിരക്കണക്കിന് നേഴ്സസ് ഇപ്പോൾ UK വിടാനായിട്ട്, UKയിൽ നിന്ന് പലായനം ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇവിടുത്തെ RCNൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന നിക്കോള റേഞ്ചർ ഇപ്പോൾ പുറത്തു വിടുന്നത്. ഇതിലൊരു 70% ആൾക്കാർ നമുക്കറിയാം ഓൾറെഡി UKയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി വളരെയധികം കുറവാണ്, വലിയ കംപ്ലൈൻറ്റുകൾ വന്നു. അതിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളുമൊക്കെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണത് തീർന്നത്. 70% ആൾക്കാരും ഈ ഒരു ശമ്പളത്തിൻ്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40%-ഓളം നേഴ്സസും ഇപ്പോൾ ഈ ഒരു എമിഗ്രേഷൻ നിയമങ്ങളുടെ ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് UK വിടാനായിട്ട് പോകുന്നു എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു സർവേയിൽ ഒരു ഫിലിപ്പൈനി നേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രാജ്യം അവർക്ക് ഇഷ്ടമാണ്, ഇവിടുത്തെ NHS ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, ഇവിടുത്തെ നിയമങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് US-ലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോകുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പലപ്പോഴും ആർഗ്യൂ ചെയ്യാറുണ്ട്, ഇവിടെ ഏറ്റവും നല്ല രാജ്യമാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടുന്ന് വിട്ടുപോയത്, ഇപ്പോൾ ഇനി എനിക്ക് അവരോട് ആർഗ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. UKയിലെ നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ വരുന്ന നിയമങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ക്ലാരിറ്റി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആർക്കും പ്രശ്നമില്ല. ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത് UK-യിലേക്ക് വന്നിട്ടുള്ള കെയർ വർക്കേഴ്സ്, ലോ സ്കിൽഡ് ജോലി ചെയ്യുന്ന കെയർ വർക്കറെയാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ അവർക്കത് പറയാം.
ഇവിടേക്ക് വന്നിരിക്കുന്ന കെയറേഴ്സ് ഇൻ്റർനാഷണലി ഇവിടേക്ക് വന്ന കെയർ വർക്കർമാർ ഞങ്ങൾ ഇവിടെ ആവശ്യം വന്നപ്പോൾ നിങ്ങളെ ഇവിടെ വിളിച്ചു, നിങ്ങൾ വന്ന് ജോലി ചെയ്തു, നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ വളരെ നന്ദിയുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളൊരു പുതിയ നിയമം ഉണ്ടാക്കാനായിട്ട് പോകണം. ഇവിടുത്തെ നെറ്റ് ഇമിഗ്രേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 5 വർഷമല്ല 10 വർഷം കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾ പെർമനൻറ്റ് റെസിഡൻസി തരുന്നത്. അപ്പോൾ അവർക്കത് മനസ്സിലാകും. ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴേ UK കെയർ വർക്കേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഇപ്പോഴേ ഗവൺമെൻറ് പറയുന്നത് ഇൻ്റർനാഷണലി അവർ കെയറേഴ്സിന് വേണ്ടി റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ നേഴ്സിംഗ് ഹോമുകളാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ റെസിഡൻഷ്യൽ ഹോമുകളാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഡൊമസ്റ്റിക് കെയർ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോഴും ജോലി ചെയ്യുന്നത് ഇൻ്റർനാഷണലി റിക്രൂട്ട് ചെയ്തുകൊണ്ട് വന്ന കെയറേഴ്സാണ്. അപ്പോൾ അവരുടെ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പോൾ തന്നെ വലിയധികം ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ കെയർ ഹോമുകളിലൊന്നും തന്നെ ആവശ്യത്തിന് അവർക്ക് സ്റ്റാഫ് ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ പുറത്ത് വരുന്നുണ്ട്. ഈ കെയർ UK പോലുള്ള വലിയ വലിയ സംഘടനകൾ ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഗവൺമെൻറ് ഇത് മാറ്റി ചിന്തിക്കേണ്ടുന്ന ഒരു കാലം വലിയ വിദൂരതയിലല്ലാതെ ഒരു 6 അല്ലെങ്കിൽ 7 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഇവർ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തേണ്ടതായിട്ട് വരും. കാരണം ബ്രിട്ടീഷുകാരായ ആൾക്കാരെ ഈ ഒരു കെയർ ജോബിന് ഇപ്പോഴും ലഭിക്കത്തില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി വളരെയധികം കുറവാണ്. ഒന്നുകിൽ ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കെയർ അസിസ്റ്റൻ്റായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷുകാരായ ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള. പക്ഷേങ്കിൽ ഇംഗ്ലീഷുകാരായ ആൾക്കാർ ഈ ഒരു ജോലിക്ക് വേണ്ടി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഫാമിലി ഉൾപ്പെടെ UK-യിലെത്തി. പക്ഷേ ആ ഒരു സമയത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, നിങ്ങൾ ക്രിമിനൽ കുറ്റങ്ങളോ അല്ലെങ്കിൽ മോഷണമോ അല്ലെങ്കിൽ റേപ്പ് കേസുകളിലോ ഒന്നും പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം PR 5 വർഷം കഴിയുമ്പോൾ PR നൽകുമെന്നാണ്. ആ ഒരു നിയമം ഗവൺമെൻറ് സ്ട്രെയിറ്റ് അവേ എടുത്ത് കളയാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും സംശയം. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിലുള്ള ഒരു ഉത്തരം നൽകാനായിട്ട് ഇവർക്ക് സാധിക്കാതെ വരുന്നത്. ഈ ഒരു ധവളപത്രം പുറത്തു വന്നതിന് ശേഷം ഇവിടെ പ്രധാനമന്ത്രിയോടാണെങ്കിലും നമ്മൾ ഹോം സെക്രട്ടറിയോടാണെന്നെങ്കിലും ഈ ഒരു ചോദ്യം ചോദിച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ ഞങ്ങൾ കെയർ വർക്കേഴ്സിനെയാണ് എയിം ചെയ്യുന്നത്, ഇനിയിപ്പോൾ നേഴ്സസിനൊന്നും യാതൊരു പ്രശ്നവുമില്ല, അവർക്ക് 5 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ PR കൊടുക്കും, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ടൊക്കെ ഇൻ്റർനാഷണൽ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ മാത്രമാണ് എയിം ചെയ്യുന്നതെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൺഫ്യൂഷൻ തീരും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കിംവദന്തി പുറത്ത് വന്നതോടെ ആയിരക്കണക്കിന് NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സസ് UK-യിൽ നിന്ന് പലായനം ചെയ്യും എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇത് UK ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം വളരെ അധികം വില നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇന്നലെയും ഹോം സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ യോട്ട് കൂപ്പർ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have also said that we will maintain the current 5-year route for those who have come on a dependent visa or a family visa as part of maintaining families. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്കറിയാം ഇത് ഒരു വൈറ്റ് പേപ്പർ മാത്രമാണ്. അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും നിയമത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് UK-യിലെ ഇത്രയും വർഷം പിന്തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു നിയമം അത് കണ്ടിന്യൂ ചെയ്യും. പുതിയ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ആൾക്കാരെ ആയിരിക്കും അത് ബാധിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു സമയം വരെ, ഒരു പുതിയ നിയമം വരുന്നിടം വരെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ഇതുവരെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു. പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.